ഹായ്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് ഒരു W3 സ്കൂൾ എങ്ങനെ ഉപയോഗിക്കാം. W3 സ്കൂൾ എന്നല്ല കേട്ടോ, ഇഷ്ടംപോലെ എന്തുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ W3 MDM എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക, ഇഷ്ടംപോലെ ഉണ്ട്. ആദ്യം പക്ഷേ തുടക്കക്കാരെന്നുള്ള ഒരു ബിഗിനർ നിലക്കെന്നുള്ളത് ഞാൻ ഒരു W3 സ്കൂളിൽ നിന്ന് പഠിച്ചത് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ പേജസ് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താ, ലിസ്റ്റഡ് ടാഗ്, അതായത് എന്തൊക്കെ ലിസ്റ്റ് ഉണ്ട് എന്ന്, HTML എലമെൻറ്റ്സ് എന്തൊക്കെ ലിസ്റ്റ് ടാഗ് ഉണ്ട് എന്നുള്ളത്. ഓർഡർ ലിസ്റ്റ് ഉണ്ട്, അൺഓർഡർ ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് നമ്മൾ ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരുന്നുണ്ട്. ലൈവായിട്ട് എന്ന് വെച്ചാൽ വീഡിയോസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചെയ്ത് കാണിച്ചു തരും. ഒരു പ്രൊജക്റ്റ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്രൊജക്റ്റിൽ മൾട്ടിപ്പിൾ ടാഗ്സ് എന്ത് ചെയ്യുന്നത് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ടാഗ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ടാഗ്സ് ഉണ്ട്. അപ്പോൾ ആ ടാക്സ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വെച്ചാൽ നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ മെയിൻ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടാഗ് എന്താ വെച്ചാൽ ഇൻപുട്ട് ടാഗാണ്. ഇൻപുട്ട് ടാഗ് നമുക്കറിയാം, നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ട്, നമ്മൾ എന്നും പറയുന്ന ഒരു എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട്. ഈ ഫ്ലിപ്കാർട്ടിലെടുത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ട് എടുത്താൽ എന്തെങ്കിലും കാർട്ടിൽ ആഡ് ചെയ്ത് അത് ബൈ ചെയ്യാൻ നോക്കിയാൽ കുറച്ച് ഫോം തരില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഒക്കെ കാണുമ്പോൾ ഈ ഫോം ഒക്കെ തരുമ്പോൾ ഒരു സംഭവം തരില്ല, നെയിം എൻ്റർ ചെയ്യാനും പിന്നെ അതുപോലെ ഇമെയിൽ എൻ്റർ ചെയ്യാനും പാസ്വേഡൊക്കെ എൻ്റർ ചെയ്യാനും. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഇൻപുട്ട് കാണാൻ പറ്റും. അത് എങ്ങനെ നമ്മൾ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത് ഇൻപുട്ടാണ്. ഓക്കെ, ഇൻപുട്ട് എത്ര ടൈപ്പ് ഓഫ്, അത് മൾട്ടിപ്പിൾ ഇൻപുട്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നെയിം പറയുമ്പോൾ എന്താ, നെയിം എന്നുള്ളത് നമുക്ക് അടിച്ചു കൊടുക്കാനുള്ള ഒരു, അത് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്യാൻ പറയും. കൺട്രി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, ഡ്രോപ്പ് ഡൗൺ ആയിരിക്കും ഉണ്ടാവുക. ഡ്രോപ്പ് ഡൗൺ മീൻസ് ഒരു ഇൻപുട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ ഒരു ലിസ്റ്റ് ഓഫ് കൺട്രീസ് നമുക്ക് എന്ത് ചെയ്യും കാണും. ഒരു കൺട്രീൻ്റെ ലിസ്റ്റ് തന്നെ കാണും. ഇന്ത്യ ഉണ്ടാവും, കാനഡ, അങ്ങനെ മൾട്ടിപ്പിൾ കൺട്രീസ് അവിടെ ലിസ്റ്റ് ചെയ്യും. അതാണ് ഡ്രോപ്പ് ഡൗൺ. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ എങ്ങനെ കൊണ്ടുവരാം, അതുപോലെ തന്നെ ഇൻപുട്ട് എങ്ങനെ കൊണ്ടുവരാം, പിന്നെ ഇൻപുട്ട് ഉണ്ടാവുക നിങ്ങളെ ഏജ്, അതായത് മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത്, അതർ ആണോ, ജെൻഡർ നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും. അപ്പോൾ വെച്ചാൽ ഒരു ഇതായിരിക്കും, മീൻസ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള റേഡിയോ ബട്ടൺ ആയിരിക്കും. അതിനാണ് റേഡിയോ ബട്ടൺ എന്ന് പറയാം. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിലാണെങ്കിൽ മെയിലിൽ നിന്ന് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഫീമെയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന ഒരു റേഡിയോ ബട്ടൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ റേഡിയോ ബട്ടൺ കഴിഞ്ഞാൽ പിന്നെയാണ് ടോഗിൾ ബട്ടൺ. ടോഗിൾ ബട്ടൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചില ഫോംസിലൊക്കെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ചോദിക്കും. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നുള്ള രീതിയിൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റിലൊക്കെ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, അതായത് ടോഗിൾ ബട്ടൺ, അത് ഒന്ന് ഓൺ ചെയ്യുക, ഓൺ ഓഫ് എന്നുള്ള ഒരു സ്വിച്ചിൻ്റെ ഇൻപുട്ട് ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, ഒറ്റ ഇൻപുട്ടിൽ മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നോക്കുക. കാരണം എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് ആട്രിബ്യൂട്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ എന്ത് ചെയ്യുമെങ്കിൽ ഈ കാണുന്നുണ്ടാവും. അത് ആദ്യം തന്നെ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അതിന് ലൈവ് സെർവറിൽ പോവുക. ലൈവ് സെർവറിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കാണും. ഇതൊക്കെ തൽക്കാലം നമുക്ക് എന്ത് ഇതൊക്കെ കമൻറ്റ് ചെയ്ത് വെക്കാം. കമൻറ്റ് ചെയ്യാമെന്ന് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ നോക്കണേ. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറുക, നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അവരെന്ത് ചെയ്യും, ലൈവായിട്ട് നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവരെന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇൻപുട്ട് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്ലാഷ് കൊടുക്കുക. പിന്നെ നമ്മളൊന്ന് റൺ ചെയ്ത് സേവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് കിട്ടി. കണ്ടോ, ഇതാണ് ഇൻപുട്ട്. മനസ്സിലായോ? അപ്പോൾ ഇൻപുട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് നമുക്ക് കിട്ടി. ഈ ഇൻപുട്ട് മനസ്സിലായോ? ഇനി ഈ ഇൻപുട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് എൻറ്റർ യുവർ നെയിം എന്ന് കൊടുക്കണം. മനസ്സിലായോ? എൻറ്റർ യുവർ നെയിം എന്നുള്ളത് ഇവിടെ നമുക്ക് കാണിച്ചു കൊടുക്കണം, യൂസറിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുക, അതിന് വേണ്ടി ഒന്നുമില്ല, ഇൻപുട്ടിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ടിൻ്റെ പേരാണ് പ്ലേസ് ഹോൾഡർ. ഓക്കെ, പ്ലേസ് ഹോൾഡർ എന്ന് വിളിക്കുന്നത്. എൻറ്റർ യുവർ നെയിം എന്നുള്ളത്, പിന്നെ സേവ് ചെയ്യുക, ഒന്നും കൂടി എടുക്കുക. കണ്ടോ, എൻറ്റർ യുവർ നെയിം എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ നിങ്ങളുടെ നെയിം എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ എന്ത് കിട്ടി? പ്ലേസ് ഹോൾഡർ എന്നുള്ള ഒരു ആട്രിബ്യൂട്ടും നമുക്ക് കിട്ടി. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈപ്പാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, ടൈപ്പ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉള്ള ടൈപ്പ് എന്താ? ഇപ്പോൾ നോർമലി നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പാണ്. മീൻസ് ഒരു ഫോം വന്നാൽ നിങ്ങളെ നെയിം, ഇമെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സംഭവമാണ്. ഇനി നമുക്ക് ടൈപ്പ് മാറ്റി കൊടുക്കാം. ടൈപ്പ് എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ, ടൈപ്പിന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ടൈപ്പ് ഇവിടെ കാണുന്നുണ്ട്. ആദ്യം ബട്ടൺ കഴിഞ്ഞ് ചെക്ക് ബോക്സ്, കളറ്, ഡേറ്റ് ടൈം, ലോക്കൽ, ഇമെയിൽ, ഫയല്, ഹിഡൻ, ഇങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ബട്ടൺ എന്താ നമുക്ക് നോക്കാം. ബട്ടൺ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക, ഒന്ന് സേവ് ചെയ്യുക, ഒന്നും കൂടി പോയി നോക്കിയാൽ കണ്ടോ, ഇത് ബട്ടണായി മാറി. മനസ്സിലായോ? ബട്ടണായി മാറിയെന്ന് വെച്ചാൽ അതിൻ്റെ ടൈപ്പ് ബട്ടണായി. കണ്ടോ, ബട്ടണാണ്. അത് നമുക്കൊരു സ്റ്റൈൽ കൊടുത്താൽ റെഡിയാവും. സ്റ്റൈൽ എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ ഞാൻ പഠിപ്പിച്ചു തരാം, എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം, എങ്ങനെയൊക്കെ CSS ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടൈപ്പാണ് ആദ്യം നോക്കുക. ടൈപ്പ് ബട്ടണായി. ഇനി ബട്ടൺ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി ബട്ടൺ മാറ്റി ഇമെയിൽ ആക്കി നോക്കാം. ഇമെയിൽ മാറ്റി നോക്കാം. ഇമെയിൽ എന്താ സംഭവിക്കാം? ഇമെയിലും നമുക്ക് എന്താ അതേ ഇൻപുട്ട് വന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ഇമെയിലും പിന്നെ നോർമലായിട്ടുള്ള ഇൻപുട്ടിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഇമെയിൽ എന്നുള്ളത് ഇമെയിൽ മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത നമ്പേഴ്സ് അങ്ങനെയൊക്കെ എൻ്റർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡിഫോൾട്ടായിട്ട് ഒരു കാണിക്കും? ഒരു വാലിഡേഷൻ കാണിക്കും. വാലിഡേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇമെയിൽ പ്രോപ്പറായിട്ടുള്ള ഇമെയിൽ ക്ലിക്ക് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ മെസ്സേജ് അവരെന്ത് ചെയ്യും? പാസ് ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പ്രൊജക്റ്റിലേക്ക് കടക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഒരു വെബ് ഡിസൈനിങ് കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇമെയിൽ എന്നുള്ളത് കൊടുക്കാതെ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞിരുന്നു റേഡിയോ എന്നുള്ളത് കൊടുക്കാം. റേഡിയോ കൊടുത്താൽ എന്താ സംഭവിക്കുക? കണ്ടോ, റേഡിയോ മെയിലാണോ ഫീമെയിലാണോ അത് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അതിനുവേണ്ടി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലേസ് ഹോൾഡർ ഞാൻ കളയാം. ഈ പ്ലേസ് ഹോൾഡർ എപ്പോഴാണ് വരിക എന്നുള്ളതും ആദ്യം പറയാം. ഈ പ്ലേസ് ഹോൾഡറൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ സെൽഫ് ടാഗ്, അതായത് സെൽഫ് ക്ലോസിങ് ടാഗ്, എൻഡിങ് ടാഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്താ വെച്ചാൽ സ്വന്തമായിട്ട് അതിനെന്ത് ചെയ്യും? സെൽഫായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഇപ്പോൾ IMG ടാഗിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്താ വെച്ചാൽ സെൽഫായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ ഇൻപുട്ട് എന്നുള്ള ടാഗിനും അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണം, അതായത് ബട്ടൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റേഡിയോ ബട്ടണൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടാഗും കൂടി ഇവിടെ ഇടണം. ഓക്കെ, ഇൻപുട്ട് ടാഗ് ഇട്ടതിന് ശേഷം അവിടെ ക്ലോസ് ചെയ്യുമ്പോൾ സ്ലാഷ് ആദ്യത്തിൽ കൊടുക്കണം. അത് ബോർഡിൽ വെച്ചിട്ട് ഇവിടെ ഇൻപുട്ടാണ് കൊടുത്താൽ മതി. ഓക്കെ, ഇത് കളയാം. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യും? റേഡിയോയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മെയിൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, മെയിൽ കൂടി സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മെയിൽ എന്നുള്ളത് കാണാൻ പറ്റും. ഇനി ഞാൻ അതന്നെ കോപ്പി ചെയ്തിട്ട് താഴത്ത് പേസ്റ്റ് ചെയ്ത് മെയിൽ എന്നുള്ളത് ഫീമെയിൽ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, മെയിൽ ഫീമെയിൽ എന്നുള്ള 2 ബട്ടൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്നിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിൽക്കണം. ആ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അതായത് വരുന്ന വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോം ചെയ്യുന്നുണ്ട്. ആ ഫോം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു പ്രൊജക്റ്റിലേക്ക് കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞുതരാം അതെന്താണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് എന്തുണ്ട്? ടൈപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ടൈപ്സ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരെ വീണ്ടും പോവാം. മറ്റേ ഇൻപുട്ട് HTML എന്ന് കൊടുക്കുക. ഇനി HTML അത് W3 സ്കൂളിൽ കയറാം. W3 സ്കൂളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഈ ടൈപ്പ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളപ്പോൾ ഇവിടെ ഉണ്ടല്ലോ പിന്നെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നില്ല, ഉറപ്പാണ്. ഇത് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചെക്ക് ബോക്സ് പറഞ്ഞു. അപ്പോൾ എന്താ ചെക്ക് ബോക്സ് എന്നുള്ളത്? ഇവിടെ എന്ത് ചെയ്യാം? ചെക്ക് ബോക്സ് എന്നുള്ളത് ക്ലിക്ക് സേവ് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സ് വേറെ, റേഡിയോ ബട്ടൺ വേറെ. ഓക്കെ, അപ്പോൾ അത് രണ്ട് രീതിയിൽ മനസ്സിലാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെക്ക് ബോക്സിനും റേഡിയോ ബട്ടൺ പറയുകയാണെങ്കിൽ, ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഒരു ഫോം റെഡിയാക്കുമ്പോൾ ഓക്കെ, നമ്മൾക്കിപ്പോൾ ഈ ജെൻഡറിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? മെയിലാണോ ഫീമെയിലാണോ? ഇപ്പോൾ ഒരു മനുഷ്യൻ തന്നെ മെയിലും ഫീമെയിലും അങ്ങനെ മൾട്ടിപ്പിൾ തവണ എന്ത് ചെയ്യില്ല? ജെൻഡർ സെലക്ട് ചെയ്യില്ല. ഏതെങ്കിലും ഒന്നായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ആ യൂസ് കേസാണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ റേഡിയോ ബട്ടൺ ഉപയോഗിക്കുന്നത്. ഈ
ചെക്ക് ബോക്സ് ഉപയോഗിക്കുന്നപ്പോൾ വെച്ചാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ തവണ നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതും അതും ഒക്കെ വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ഒരു പ്രോഡക്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റും വേണം, അതും വേണം, ഇതും വേണം എന്നുള്ള രീതിയിൽ മൾട്ടിപ്പിൾ തവണ നമ്മൾ സെലക്ട് ചെയ്യൂലേ. അതായത് ഒന്നല്ലാതെ മൾട്ടിപ്പിൾ സംഭവങ്ങൾ നമുക്ക് വേണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചെക്ക് ബോക്സ്. നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലാന്നെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ സംശയം ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോന്ന് ചെയ്ത് നോക്കുക. റേഞ്ച് എന്താണെന്ന് നോക്കുക. റേഞ്ച് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കുക. ഇപ്പോൾ റേഞ്ച് എന്ന് വെച്ചാൽ റേഞ്ച് നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, റേഞ്ച് എന്നുള്ള ഇങ്ങനെ അതായത് ഈ റേഞ്ച് നോക്കുന്ന സംഭവത്തിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻപുട്ട് ഡിവൈസിലുള്ളത്. അപ്പോൾ ഇൻപുട്ട് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാം.